അങ്ങനെയൊന്നും നോക്കാറില്ല. ഒരാളെ ആക്സിഡന്റ് ആയി നിയമത്തിന് പിന്നെ നമ്മൾ ചിലപ്പോൾ 10 പ്രാവശ്യം പോലീസ് വിളിക്കും, കോടതിയിൽ വിളിക്കും, ഒക്കെ വിളിച്ചാലും നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്താ, അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അയാൾ ഹോസ്പിറ്റലിൽ പോയി, സ്റ്റേഷനിൽ വന്ന് പറയാം സാറേ എങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുപോയി. സാർ അത് മനസ്സിലാക്കുന്നല്ലേ അവരൊക്കെ, അവർക്കൊക്കെ സന്തോഷമുള്ള ഒരാളെ ജീവൻ രക്ഷിച്ചൂല്ലോ അവരെന്നല്ലേ ആലോചിക്കുള്ളൂ. ഇപ്പോഴത്തെ സമൂഹത്തിന് അതൊന്നും താല്പര്യമില്ല. ചേച്ചിക്ക് ഇത്രയും നാളുകളായിട്ട് കുറേ അധികം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ അധികം കഥകൾ, കുറേ ആളുകളുടെ കഥകൾ ചേച്ചി അറിഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുള്ള ഏതെങ്കിലും, എല്ലാം വിഷമം തന്നെയാണെന്ന് അറിയാം, മരണം എന്ന് പറയുന്നത് വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പൊ ചേച്ചിക്ക് മനസ്സിൽ തട്ടി ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മനസ്സ് തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ പിള്ളേരടക്കം റെയിൽവേയിൽ ട്രാക്കിൽ ചാടി മരിക്കണം. മരണം ഒന്നിനും പരിഹാരമല്ല. ചിലവരും മയക്കുമരുന്ന് MDMA ഒക്കെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വീട്ടിൽ നല്ല കുട്ടികളായിരിക്കാം, പുറത്ത് കൂട്ടുകെട്ടിട്ടൊക്കെ ചേട്ടൻ ആത്മഹത്യ ചെയ്യുന്നു, മരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മാനസിക സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വഴിയരികിൽ കിടക്കുന്ന ആൾക്കാർ കിടക്കണ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. ചിലപ്പോൾ അയാൾ മദ്യപിച്ചിട്ടാണാവും ചിലവർ പറയുക, അത് ആയിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ കുഴഞ്ഞു വീണതായിരിക്കാം. ഒരുപാട് ആൾക്കാർ നോക്കാതെ ഇന്നും സമൂഹത്തിൽ മോളെ പോകുന്നുണ്ട്. ഇപ്പം ഈയിടെ ഡിസംബർ 8-ാം തീയതി ഒരാള് വെച്ചാൽ ഡിസംബർ 8-ാം തീയതി ഞങ്ങളുടെ NSSന്റെ കരയോഗത്തിൽ ഞങ്ങളുടെ കുടുംബസംഗമം നടക്കുകയാണ്. അപ്പം അന്ന് തന്നെ ഒരു ആദരിക്കലും അങ്ങനെയുള്ള ഞങ്ങളുടെ കുടുംബ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 8-ാം തീയതിയുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ശേഷം എനിക്കൊരു വിളി വരികയാണ്, അങ്ങനെ ഒരാൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ മാഡം ഒന്ന് വരാൻ പറ്റുമോന്ന്. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു ഒന്ന് പോയിട്ട് വരാം, കാരണം നമുക്ക് ആരാണോ എന്താണെന്നോ എന്താ ആവശ്യമൊന്നും അറിയില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ്, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ ആള് 4 ദിവസമായി ഇത്ര അവിടെ കിടക്കുന്നു. വഴിയരികിലെ പിന്നെ ഹോസ്പിറ്റലിന്റെ മതിലും റെയിൽവേ സ്റ്റേഷന്റെ മതിലും ഒന്നാണ്. അപ്പോൾ പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് ചെറിയൊരു ഗ്യാപ്പുള്ളൂ, അപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിൽ കൂടെ പോകണമെങ്കിൽ അപ്പുറത്ത്. അപ്പം ഈ 4 ദിവസം കിടന്നിട്ടും ഒരു കരുണുള്ള മനുഷ്യൻ അയാളെ കടന്നു പോയിട്ടില്ല. പോകുന്ന ആൾക്കാർ ഇയാളെ കാണുന്നുണ്ട്, ഇയാളെ അപ്പിട്ടിട്ടുണ്ട്, മൂത്രമൊഴിച്ചിട്ടുണ്ട്, മലമൂത്ര വിസർജനം മൊത്തം നടത്തി ചുരുണ്ട് കിടക്കുന്നു. ഒരു ജീവനുള്ള ഒരു മനുഷ്യനാണ്. അയാളൊരു അച്ഛനായിരിക്കാം, പിന്നെ മകനായിരിക്കാം, മക്കളുള്ള ആളായിരിക്കാം, എന്തൊക്കെ എല്ലാം ഉള്ളൊരു മനുഷ്യൻ വന്ന് കിടക്കുന്ന. 4 ദിവസം പോയിട്ട് കരുണയില്ലാത്തൊരു ആള് 5-ാമത്തെ ദിവസം ഒരു കരുണുള്ള മനുഷ്യൻ ഇതിൽ പോയി. ആ കരുണ കൊണ്ടാണ് അയാൾ റിപ്പോർട്ട് ചെയ്ത് സ്റ്റേഷനിൽ വിളിച്ച് ചെന്ന് നോക്കിയപ്പോൾ 108 വിളിച്ചു. ഞാൻ ഇവിടെ എത്തുന്നതിനപ്പോൾ തന്നെ 108 വിളിച്ച് 108 ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ ചെന്നപ്പോൾ ഇയാളുടെ കട്ടിലിൽ കിടത്തി ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ മലർത്തി അയാളെ നോക്കിയപ്പോൾ ഞാൻ സ്ഥിരം ടൗണിൽ കാണുന്ന ഒരാളാണ്. കാണുന്ന വെച്ചാൽ അമ്പലത്തിൽ പന്തക്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്ഷണം, അങ്ങനെ കൈത്തല അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പം ഞാനവിടെ ഭക്ഷണം കമ്മിറ്റി അങ്ങനെ ഭക്ഷണം വിളമ്പാറൊക്കെ ഉണ്ട്. അവിടെ ചെന്ന സമയം അവിടെ നിന്ന് അയാളെ മാത്രം പിടിച്ചിട്ട് ഈ ജായ വടി കുത്തിയ ഒരാളാണ് തിണ്ടത്തിരിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇയാൾ 2 വർഷമായിട്ട് പട്ടാമ്പിയിൽ വന്നിട്ട് ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കുക, മക്കളൊക്കെ ഒഴിവാക്കി എസ്റ്റേറ്റിൽ സൂപ്പർവൈസർ ആയിരുന്നു അത്രേ, ആരും ഇല്ലാതെ അങ്ങനെ ഒരു ആളെ എനിക്കറിയാം, ഞാൻ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അങ്ങനത്തെവരോട്. അപ്പോൾ അയാൾ കട്ടിലെടുത്ത് ഗ്ലൂക്കോസൊക്കെ എടുത്തിപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മുത്തശ്ശ എന്താ എന്ന് വെച്ചപ്പോൾ അങ്ങനെ കാണിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി എന്ന്. നമ്മളൊക്കെ കഴിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരു 1000-കണക്കിന് ആൾ റെയിൽവേയിൽ കൂടെ പോകുന്ന സ്ഥലമാണ്, വിജനമായ സ്ഥലത്തല്ല അയാൾ കിടന്ന്. ഈ 4 ദിവസം ഒരു 1000-കണക്കിൽ പോയ ഒരാൾക്ക് തോന്നിയാൽ മതി എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഹോസ്പിറ്റലാക്കാമായിരുന്നു. തോന്നിയിട്ടില്ല 4 ദിവസം ഒന്നുമില്ല, അങ്ങനെ കിടക്കണോ. എന്നിട്ട് അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇതായി. ഞാൻ ആ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളൊരു സെക്യൂരിറ്റി ഉണ്ട്, അയാളോട് പറഞ്ഞു ചേട്ടൻ ഇവിടെ കിടക്കട്ടെ ഇപ്പം വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും കഴിക്കുമോ ചോദിച്ചു. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുപോയി ഷോപ്പിൽ നിന്ന് ചായയും പലഹാരമൊക്കെ വാങ്ങി ഹോസ്പിറ്റലിലെത്തി. ഞാനും ഈ രാജേഷ് ചേട്ടനും കൊണ്ടുപോയി എൻ്റെ ബാത്റൂമൊക്കെ കൊണ്ടുപോയി പറയാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇനിയും ഇത് കേട്ടാൽ ആരെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഞാൻ ചെയ്ത മഹിമ പറയല്ല, അത് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൻ്റെ ഫലം പോയി. പക്ഷെ ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ണു തുറക്കണം, ആരും ഇല്ലാത്തവർക്ക്. എനിക്കും നാളെ ഈ ഗതി വരാം, ആർക്കും വരാം. അപ്പോൾ അങ്ങനെ ഭക്ഷണം ചെന്നു, അവിടെ കൊണ്ടുപോയിട്ട് ബാത്റൂമിലിരുത്തി. നമ്മുടെ അച്ഛനെയും നമുക്ക് കുളിപ്പിക്കാമല്ലോ. അപ്പോൾ ഈ രാജേഷ് ചേട്ടനൊക്കെ സഹായിച്ച് അയാൾ സോപ്പൊക്കെ എടുത്തോടുന്ന് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്ന്
ബെഡിലിരുത്തി കൊണ്ടുപോയ ഭക്ഷണം അതിൽ കഴിച്ചു. ഈ ഒരു ഗ്ലൂക്കോസും കിടത്തിയിട്ട് ഈ 108 ആംബുലൻസിൽ കൊടുന്ന വ്യക്തിനെ നടത്തി കൊണ്ടുപോയി. മണിക്കൂർ 3 ഉണ്ടായുള്ളൂ. അപ്പം അത് എനിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കും ചെയ്യാം. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു തലമുറയിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി അതിനോടുള്ള ഉണ്ട് ഒരു താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സഹായിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ട്. മറ്റുള്ളവർ എന്താണെന്ന് എനിക്കറിയില്ല. ബാധ്യതയാവോ, പൈസ ചെലവാവോ, സമയം വേസ്റ്റ് ആവോ, എന്താണെന്നറിയില്ല. ഇപ്പോൾ അയാൾ ആരോഗ്യവാനായിട്ട് ടൗണിൽ കൂടെ നടക്കണു. ഇന്നലെയും കൂടി കണ്ട്, ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടില്ല. അപ്പോൾ ആ ഷോപ്പിലത്തെ ആൾ പറഞ്ഞു, വിളിക്കണോ ചേട്ടൻ തോന്നുന്നു. വിളിച്ചു, കണ്ടു. പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു ചോദിച്ചു. ഇല്ല കഴിക്കാൻ പോണു പറഞ്ഞു. ഇങ്ങനെ പൈസ ഉണ്ടോ ചോദിച്ചു. ഇപ്പം ഉണ്ട് പറഞ്ഞു. അപ്പം ആ കിട്ടുന്ന ഒരു നിർവൃതി എനിക്ക് വേറെ എന്ത് ഞാൻ ഭക്ഷണം കഴിച്ചാലും കൂടി കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ചേച്ചിയുടെ മിക്കവരും ചോദിച്ചിട്ടുള്ളതായിരിക്കും, ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ പേടിയുള്ള ഒരു ഭാഗം കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടില്ല? ഇതുവരെ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഉണ്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ ആത്മാവായി പോകുന്നതിന്റെ മുമ്പ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ് പറഞ്ഞിട്ട് നമ്മൾ കുറെ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. നമ്മൾ പുഴയെ കൊണ്ടുപോയിട്ട് വെളിയിടണോ, അത് നമ്മുടെ വിശ്വാസം, കാരണന്മാര് തരുന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ വീട്ടിൽ കിടക്കുമ്പോൾ അവർക്കൊരു നേരം ആഹാരം കൊടുക്കാതെ ഞാൻ പുഴയെ കൊണ്ടിട്ടിട്ട് എന്താ മോളെ കാര്യം ഉണ്ടോ? ഇല്ലല്ലോ. അതല്ലാതെ ഞാൻ എൻ്റെ പവറിന് എനിക്ക് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കും എനിക്ക് വലിയ പേരെടുക്കാനും വേണ്ടിയിട്ട് അച്ഛനും അമ്മേനൊന്നും ഫോട്ടോ എടുത്ത് അയച്ച് മരിച്ചു കഴിഞ്ഞിട്ട് കുറേ സദ്യ നടത്തിയിട്ടും ഐവർമഠത്തിലാണ് ചെയ്തെന്നും ഞാൻ അവിടെ പോയിട്ട് പാവപ്പെട്ടവർക്ക് കുറേ കൊടുത്തു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അച്ഛനെ ആണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും ഞാൻ ഹൈ പൊസിഷനിലാണെങ്കിലും എൻ്റെ തലമുറ ഒരു 4 തലമുറ എടുത്താലും പാവപ്പെട്ടവരുണ്ടാവേ. അവരുടെ കുട്ടികൾക്കോ പഠിക്കാനോ ഭക്ഷണമോ എന്തെങ്കിലും കൊടുത്താലും അതൊരു പുണ്യാണ്. വിധവയാള സ്ത്രീകളുണ്ടാവും, അടുത്ത വീട്ടിൽ വിധവയായ സ്ത്രീകളുണ്ടാവും. നമ്മുടെ മാനം കൊണ്ട് നമ്മൾ ചോദിക്കില്ല, അഭിമാനം കൊണ്ട് അവരെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്കൊക്കെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുക. പിന്നെ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ആളില്ല, ഉണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. മറ്റുള്ളവരെന്നെ സഹായിക്കുക, അവരെന്നെ സ്നേഹമായിട്ട് പെരുമാറുക. ചേച്ചി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളിൽ അതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാഥരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അതിൻ്റെ ചിലവെടുത്ത് നടത്തും എന്നുള്ളത്. അപ്പോൾ ചേച്ചി അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? കാരണം എല്ലാവർക്കും പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം പൈസ ചിലവാക്കാനുള്ള മടിയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ചേച്ചി ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ ഇതൊക്കെ. അപ്പോൾ ചേച്ചി അതെങ്ങനെയാ? ഇപ്പോൾ പരിചയമില്ലാത്ത പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 1-2 അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെല്ലണ സമയത്ത് ഒന്നെങ്കിൽ അതിൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ അതിൻ്റെ ഭാര്യ മരിച്ചവരുടെ ആരെങ്കിലും അന്യനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നോ ഹിന്ദിക്കാരോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നുകൂടി മരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിലും പുറംപോക്കിൽ ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വാടക കൊടുത്തിരിക്കാവും. ഈ മരിച്ചിട്ട് കൊണ്ടുപോയി 4,000 രൂപയൊക്കെ ചിലവാക്കുക അവരടുത്ത് ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നൗഷാദ് ആംബുലൻസ് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് ഉണ്ടാവും, സേവന ഹോസ്പിറ്റലിൻ്റെ അവിടെ ഓടുന്ന കുട്ടിയാണ്. അവനെ ഏത് സമയത്ത് വിളിച്ചാലും ആ കുട്ടിയുടെ വണ്ടി ഓട്ടത്തിലാണെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിട്ടു തരും. ആംബുലൻസിന്റെ ഒരു ഭാഗം അവൻ 3/4 ഭാഗത്തോളം നമുക്ക് ലെസ് ചെയ്ത് തരും. ആ പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രമേ ഞാൻ കൊടുക്കാം, വേറൊരാൾ വിളിച്ചാൽ ചെയ്തോളന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഏർപ്പെടുകയാണെങ്കിൽ ആ പെട്രോൾ അടിച്ചു കൊടുത്താലും 3000 ഉള്ളത് 500, 600, 1000 കൊടുത്താലും ആ ഭാഗം ക്ലിയറായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ സംസ്കാരത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചെന്ന 5,000, 6,000 ചോദിച്ചാൽ ഒരു 3000 കൊടുത്താലും നമ്മൾ കൊടുക്കണതല്ല. അവർ ചേച്ചി തന്നില്ലേലും കുഴപ്പമില്ല പറയും. അത് പക്ഷെ ഞാൻ കൊടുത്തിരിക്കും. കാരണം അവർക്കത് അവര് ജോലിയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്കും വേണ്ടേ. അവര് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. അപ്പൊ അതിനൊക്കെ അതിനൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വഴിയായിട്ട് ഭഗവാൻ തന്നിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ തട്ടിത്തടഞ്ഞ് വീണൊരു ഹോസ്പിറ്റലിൽ പോയാൽ 2,000 ചെലവാവില്ലേ? ആ വീഴ്ച ഇല്ല എന്നാണ് വിചാരിച്ച പോരെ. ഞാൻ വീണിട്ടില്ലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അത് കർമ്മത്തിന്റെ അതപ്പോ കർമ്മഫലമായിരിക്കും. ഇപ്പൊ എനിക്കൊന്നും പറ്റണില്ല, അസുഖമില്ല, മരുന്നില്ല, ഒന്നും കഴിക്കണമെന്നില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിപ്പോ എനിക്ക് സേവനെ പോയി 2 ദിവസം കഴിച്ച മരുന്നിന്റെ അയാൾക്ക് കൊടുത്തു. ഇനിയിപ്പോ നാളത്തേക്ക് എടുത്തേക്കാൻ പറ്റുമോ ഒരു ബോഡി? അവരുടെ അമ്മയുടെ ഒരു ദിവസം ഒരു ആളെ ഇവിടെ മരിച്ചിട്ട് കൊണ്ടുപോകാൻ വണ്ടിയില്ല, ആളില്ല, ഇങ്ങനെ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ ട്രെയിൻ തട്ടി മരിച്ചതാണ്. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുപോകാൻ ആളില്ല, അവിടെ മോർച്ചറി കൊണ്ടൊക്കെ ആളില്ല, നാട്ടിലാരുമില്ല, ഏതോ ഒരു നാട്ടിലാണ് അവര്.
ഇതൊരു സ്ഥലപ്പേര് പറഞ്ഞു. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ അമ്മയച്ച ഭയങ്കര കരച്ചിൽ. ഞാൻ അമ്മേനെ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഒരു വിഷമിക്കണ്ട, മരിച്ചത് പോയി, അമ്മേനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ നാട്ടിലെത്തിക്കാം, നാടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെയെങ്കിലും ജീവിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു, ഇത് സംസ്കാരം നടത്താനുള്ളത് ഒന്നും അറിയണ്ട, ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നാൽ മതി, അതിൻ്റെ എല്ലാ ചിലവുകളും ഞാൻ വഹിച്ചിരിക്കും അങ്ങനെ പറഞ്ഞു.